ഹായ് ഹലോ ഇന്ന് നമുക്ക് പുതിയൊരു കേക്ക് വ്ളോഗ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് 1 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് ആണ് കേട്ടോ. ഞാൻ 5 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് 5 ഇഞ്ചിൽ ചെയ്താൽ മതി, വെയിറ്റ് കറക്റ്റ് ആവും. അപ്പോൾ ഈ ഒരു കേക്കിനുള്ള മോഡൽ കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഗോൾഡൻ സ്റ്റാർസും പിന്നെ ഒരു ഹാഫ് മൂണൊക്കെ വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തലേന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ആ ഒരു ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്തത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഞാൻ ഫോണ്ടൻറ്റ് സെറ്റാക്കിയിരുന്നത്. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഈ ഒരു ഗോൾഡൻ കളർ നമുക്ക് എടുത്ത് കാണിക്കുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റിൽ കൊടുക്കുമ്പോൾ ഇത്ര ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഓട്ടോയിൽ കൊടുത്തയക്കുക ചെയ്തത്. ഇവിടെ അടുത്തായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഓർഡേഴ്സ് വരികയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് സ്റ്റാൻഡ് മിക്സറിൽ ഒരുപോലെ ബേക്ക് ചെയ്തിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓർഡേഴ്സ് വരുമ്പോഴൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അതും ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത കേക്കിൻ്റെ ഓർഡർ വരിക കേട്ടോ. കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ചിലാണ്. അപ്പോൾ കേക്കിൻ്റെ നമുക്ക് മോഡൽ പറഞ്ഞിട്ടുള്ളത് യൂണിക്കോൺ തീമിലാണ് കേട്ടോ. അപ്പോൾ ആളുടെ വീട്ടിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും മോഡൽ നമ്മൾ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് മോളുടെ ഡ്രസ്സ് വൈറ്റ് കളറാണ്. നോർമലി നമ്മൾ യൂണിക്കോൺ തീമൊക്കെ പറയുമ്പോൾ നമ്മൾ പിങ്ക് കളറിലോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളറിൽ മിക്സ്ഡ് കളേഴ്സിലൊക്കെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചേ. അപ്പോൾ അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ ഡ്രസ്സ് വൈറ്റ് ഗൗണാണ്, അപ്പോൾ കേക്ക് വൈറ്റ് മതി, ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു കളറിൽ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് ഞാൻ ഫുള്ള് വൈറ്റ് ക്രീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇതിൽ എന്താ ഡെക്കറേഷൻ ചെയ്യാമെന്ന് അവൾ പറയാത്തതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ബഡ്ജറ്റിലൊന്നും ചെയ്യേണ്ടെന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോണ്ടൻറ്റ് ചെയ്യണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഫോണ്ടൻറ്റിൽ നമ്മൾ റെയിൻബോസോ അല്ലെങ്കിൽ നമ്മൾ യൂണിക്കോണിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോണ്ടൻറ്റിൽ ചെയ്യാതെ നമ്മൾ പ്രിൻ്റോ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും കേക്ക് കൊടുക്കുന്ന ടൈമിൽ കോഴിക്കോട് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണതിന് മുന്നേ തന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാണ്ട് കേട്ടോ. കേക്ക് അവർ നേരത്തെ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിടന്നത്. ഇതിപ്പോൾ ഞാൻ പോണത് പ്രിൻ്റ് മേടിക്കാനാണ് കേട്ടോ. കേക്കിലേക്ക് വേണ്ട പ്രിൻ്റ് ഞാൻ ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എടുത്തൊരു ഷോപ്പിൽ കൊടുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, പ്രിൻ്റ് കൊടുത്തപ്പോൾ പ്രിൻറ്റിൻ്റെ സൈസ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അയച്ചതിൽ അവർ പ്രിൻ്റ് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഉള്ള പ്രിൻറ്റിലൊന്ന് തപ്പി വെക്കണം കേട്ടോ യൂണിക്കോണിന് മാച്ചായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് യൂണിക്കോണിന് ചെറിയൊരു പിക്കും കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് മാച്ചായിട്ടുള്ള. ഇത് എപ്പോഴും പ്രിൻ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ബാലൻസ് വരുന്ന ഓരോരോ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ മോളുടെ നെയിം എന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ചെറിയൊരു പ്രിൻ്റായിരുന്നു നമ്മളെ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈസും പിന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള റെയിൻബോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു കേക്കും അവരുടെ ഡെക്കറേഷനും എല്ലാം നല്ല മാച്ച് ആയിരുന്നു കേട്ടോ. പറഞ്ഞ് ചെയ്ത പോലെ ആയിപ്പോയി. അവൾ ഫോട്ടോ ഇട്ടുതന്നപ്പോൾ ഞാൻ വിചാരിച്ചും ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കോഴിക്കോട് പോയത്. അവർ ആ ടൈം ആകുമ്പോൾ ഓട്ടോയിൽ അയക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ മൊത്തം ഒന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തം മാളിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഏത് മാളിൽ പോയാലും ഏത് ഷോപ്പിൽ പോയാലും ഈ ഒരു ഏരിയയ്ക്ക് നമ്മളെ ബേക്കിങ്ങിൻ്റെയും ഡെസേർട്ടിൻ്റെ ഏരിയയ്ക്കാണ് കേട്ടോ ആദ്യം എത്തുക. അവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. എനിക്ക് എല്ലാത്തിനും റേറ്റ് അറിയാനും അതിൻ്റെ എന്താ പറയുക മൊത്തത്തിൽ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ടേ ഞാൻ അവിടുന്ന് കറങ്ങി തിരിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ബക്കിൽ അവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. ഞാൻ കുറേ ആയി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോണറ്റ്സൊക്കെ ഒന്ന് മേടിക്കാനല്ല കേട്ടോ, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കേക്കിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ നമ്മൾ മൊത്തം ഒന്ന് അവിടെ ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ മാക്സിൽ പോയിട്ട് അല്ലുവിന് പാൻറ്റും ടീഷർട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസേ എനിക്കിഷ്ടമായതുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വേഗം വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. കാരണം നമുക്ക് അടുത്ത ദിവസം കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഞാൻ അവിടുന്ന് അപ്പോൾ എടുത്തെന്ന് പറഞ്ഞല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, മുകളിൽ നല്ല പിസ്താഷ്യോ ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നോർമലി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മധുരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ എല്ലാ ഐറ്റംസും ഞാൻ ടേസ്റ്റ് നോക്കാറുണ്ട്. പക്ഷേ അത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എന്താ എനിക്കറിയില്ല. ഞാനത് ഇക്കുവിനെടുത്തപ്പോൾ ഇക്കുവിനും ഇഷ്ടമായില്ല, ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ വീട്ടിൽ അന്ന് ഇവിടെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനുവിന് വേണ്ടി സെറ്റ് ചെയ്ത കേക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തതിൽ ഒരു സ്പഞ്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ എന്തായാലും വരില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അനിയത്തിൻ്റെ മോളായാലും താത്താൻ്റെ മക്കളായാലും വന്നു കഴിഞ്ഞാൽ ആദ്യം കേക്കാണ് കേട്ടോ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ചെറിയൊരു ബോക്സിൽ ഒരു കുഞ്ഞി കേക്ക്, നമ്മൾ മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യുന്ന ബോക്സിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളെ സ്പഞ്ചും നമ്മളെ പ്രലൈൻസും സോസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അവൾക്ക് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളൊരു കേക്ക് ഇതായിരുന്നു. ഇതൊരു 1/2 kg കേക്കാണ് കേട്ടോ. അടുത്ത ദിവസം കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ, നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെടുത്ത മോഡൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ കേക്കിൽ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര റിസ്ക്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിങ് നമുക്ക് കേക്കിൽ ഡയറക്റ്റ് എഴുതാൻ അറിയില്ല എന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും അവർക്ക് അത് തന്നെ വേണമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.